നമസ്കാരം. അല്പസമയം മാതൃഭൂമി ചാനലിൽ ന്യൂസ് കണ്ടത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഞാൻ കണ്ണാശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് അധിക സമയമായിട്ടില്ല. എൻ്റെ കണ്ണുകൾ നന്നായി ഡയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണ് ശരിക്ക് തുറക്കാൻ പ്രയാസമുണ്ട്. എന്നാലും അത്ര വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് അല്പം ശരിക്ക് കാണാൻ വയ്യെങ്കിലും കാതുകൊണ്ട് കാണാമെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചപ്പോൾ അവിടെ പ്രതിപാദിക്കുന്ന വിഷയം കേരള സമൂഹത്തിൽ അക്രമം വളരെയധികം കൂടിയിരിക്കുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വന്ന് അവർ തെരുവ് നിറഞ്ഞു നിന്ന് പരസ്പരം തല്ലുകയാണ്. ഒരു ബസ്സിൽ ഒരു യുവാവിരിക്കുന്നു. പെട്ടെന്ന് മറ്റ് 2 പേർ വന്ന് അവനെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു കോളേജിൽ മർദ്ദനം അനുഭവിച്ച ഒരു കുട്ടി അത് സംബന്ധിച്ച പരാതി പറയാൻ വന്ന അല്ലെങ്കിൽ പരാതി അറിയിക്കാൻ വന്ന മാതാപിതാക്കന്മാർ മർദ്ദനമേറ്റു എന്നിങ്ങനെ ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുന്നതാണ് ഭേദം. എന്നാൽ അതിനേക്കാളൊക്കെ എനിക്ക് അസഹ്യമായി തോന്നിയത് ഇത് സംബന്ധമായിട്ടുള്ള വിദഗ്ധ ഡിസ്കഷൻസാണ്, വിശ്ലേഷണങ്ങളാണ്. ഒരു മാന്യദേഹം ഇരുന്ന് പറയുന്നു, കേരളത്തിലെ ഈ അക്രമാസക്തി കുറയണമെങ്കിൽ പോലീസിനെ കൂട്ടണം. പോലീസുകാർ ശ്രമിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള ആളുകൾ മര്യാദ പഠിക്കത്തുള്ളൂ. അവരുടെ അക്രമാസക്തി ഉപയോഗിച്ച് സമാധാനത്തിൻ്റെ മാർഗത്തിൽ വരണമെങ്കിൽ പോലീസുകാർ വേണം. അവരെ ഒരു കൺട്രോളുമില്ലാതെ സകല അധികാരവും കൊടുത്ത് എന്തും ചെയ്യാനുള്ള ലൈസൻസും കൊടുത്ത് സമൂഹത്തിൽ ഇറക്കി വിട്ടാൽ ഇത് എന്നേക്കുമായി മാറ്റപ്പെടും. ഒരു മനഃശാസ്ത്ര വിദഗ്ധ പറയുന്നത് ഇത് എൻ്റെ എല്ലാം കാരണക്കാർ അപ്പനും അമ്മയുമാണ്, തന്തയും തള്ളയുമാണ്. അവർ പിള്ളേരെ വഷളാക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ അനവധിയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മലയാളിക്ക് ബോധമില്ലാത്തത്? പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യാനിക്ക്. ഈ സംസാരിക്കുന്ന വിദഗ്ധർ 2 പേരും ക്രിസ്ത്യാനികളാണ്. അവർക്ക് 2 പേർക്കും എന്താണ് ബോധമില്ലാത്തതെന്നാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പോലീസ് സേനയുടെ സംഖ്യ കൂട്ടിയത് കൊണ്ടോ അവർക്ക് ആരെയും ആക്രമിക്കാൻ ലൈസൻസ് കൊടുത്തതുകൊണ്ടോ നിയന്ത്രണമില്ലാതെ അവർക്ക് എന്തും ചെയ്യാൻ അനുവാദമുള്ളത് കൊണ്ടോ സമാധാനം വർദ്ധിച്ചെന്നോ ഒരു സമൂഹത്തിൻ്റെ സമാധാന പ്രീതി വർദ്ധിച്ചെന്നോ ഒരു ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇത് ശുദ്ധ മണ്ടത്തരമാണ് ഈ പറയുന്നത്. പോലീസിനെ നിർവീര്യമാക്കരുത്, അക്രമികളെ സഹായിക്കുന്ന വിധത്തിൽ പോലീസിനെ രാഷ്ട്രീയക്കാർ സ്വാധീനിക്കരുത്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് പോലീസിൻ്റെ അക്കം കൂട്ടിയത് കൊണ്ടും അവർക്ക് നിരുപാധികമായ അധികാരം കൊടുത്തതുകൊണ്ടും ഒരു സമൂഹത്തിൻ്റെ അക്രമാസക്തി കുറയുമെന്നോ സമാധാന പ്രീതി വർദ്ധിക്കുമെന്നോ ഞാൻ കരുതുന്നില്ല. അതിന് അടിസ്ഥാനമായ യാതൊരു തെളിവുമില്ല. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ നന്നേ സ്പോയിൽ ചെയ്യുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അറിയാതെ കൊണ്ടുമാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അവർ അക്രമാസക്തരാകണമെന്നില്ല. അങ്ങനെ വളർത്തപ്പെടുന്ന എല്ലാവരും അക്രമാസക്തരാകുന്നില്ല. എന്നാൽ
പ്രബുദ്ധതയുള്ള ബുദ്ധിയുള്ള പേരൻറ്റിങ് കൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ കുലീനത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം നാം ഈ പറയുന്ന പ്രശ്നം അവസാനിക്കുകയില്ല. സമൂഹത്തിലാകമാനം അക്രമത്തെ പറ്റിയുള്ള താല്പര്യവും ബഹുമാനവും സമൂഹം കൽപ്പിക്കുന്ന വിലയും അക്രമത്തിൽ കൂടി എന്തും നേടിയെടുക്കാമെന്നും അങ്ങനെ നേടിയെടുക്കുന്നത് മിടുക്കാണെന്നുമുള്ള ധാരണ സമൂഹത്തെ അടക്കി ഭരിക്കുമ്പോൾ മാതാപിതാക്കന്മാർ മാത്രം ശ്രമിച്ചാൽ ഈ ഒരു ജ്വരം സമൂഹത്തിൽ നിന്ന് നന്നായി വിട്ടുപോകും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. മാതാപിതാക്കന്മാർക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും എന്ന് യാതൊരു സംശയമില്ല. പക്ഷേ അവർ ആ പങ്ക് വഹിക്കത്തക്കവണ്ണം അവർക്ക് ആരെന്ത് പരിശീലനമാണ് കൊടുക്കുന്നത്, എന്ത് അറിവാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി അവർ മാതാപിതാക്കളായി കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ബുദ്ധിപരമായി, അതായത് ബുദ്ധി എന്ന് പറഞ്ഞാൽ പരിജ്ഞാനപരമായി, വൈസ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്, വൈസ് ബുദ്ധിയോടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ടോ? അത് മതത്തിൽ നിന്നോ സാംസ്കാരിക മേഖലയിൽ നിന്നോ വിദ്യാഭ്യാസത്തിൽ നിന്നോ വേണ്ട സാഹിത്യത്തിൽ നിന്നോ മതപ്രഘോഷണങ്ങളിൽ നിന്നോ ഇവിടെ നിന്നാണ് അവർക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം പ്രാപിപ്പാൻ, അവരെ നേർവഴി കാണിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വിധത്തിൽ അവരെ വഴി കാട്ടുവാൻ ആർക്കും മനസ്സില്ല. പക്ഷേ മാതാപിതാക്കന്മാരായിപ്പോയി എന്നതുകൊണ്ടെല്ലാ പഴിയും അവരുടെ മേലെ ചാർത്താം എന്നുള്ള ചിന്ത, ഇത് വളരെ അസ്ഥാനത്താണ്. അതിൽ വളരെയധികം അനീതിയുമുണ്ട് എന്നാണ് എൻ്റെ ധാരണ. കേരളം അക്രമാസക്തമാണോ? വളരെയധികം അക്രമാസക്തമാണ്. ഞാൻ ഇവിടെ വന്ന് പലതവണ അക്രമത്തിന് ഇരയായി തീരേണ്ട വക്കിൽ വരെ എത്തിയിട്ടുണ്ട്, ഒന്നുമില്ലാതെ. ഒന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ വളരെ ലളിതമായൊരു സംഭവത്തിൽ കൂടെ ആരംഭിക്കും. എൻ്റെ മുറ്റത്ത് നന്നേ പുല്ല് നിറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു മാസമായിട്ട് പനിയൊക്കെ പിടിച്ച് കിടന്നതുകൊണ്ട് ഇത് വേണ്ടതുപോലെ എൻ്റെ മുറ്റം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ, കള പറിക്കാൻ എനിക്കിടയായില്ല. അപ്പോൾ ക്രിസ്മസൊക്കെ അടുത്ത് വരുന്നല്ലോ എന്ന് വിചാരിച്ച് ആരെയെങ്കിലും സഹായത്തിന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവസാനം അയലത്തെ ഒരു വീട്ടിലെ ഒരു വ്യക്തി കരിഞ്ഞ് അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ, ഒരു ക്രിസ്ത്യാനിയാണ്, വേലക്കാരൻ. അപ്പം അദ്ദേഹം പണി തുടങ്ങി. നോക്കിയപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും കൂടെ ഒരക്ഷരം പോലും മിണ്ടാതെ ഞാനും കൂടെ പോയി അദ്ദേഹം പണി ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് മാറി ഞാനും കൂടെ അതേ പണി, അത് പോച്ച പറിക്കുക പണി. അദ്ദേഹം പറഞ്ഞു, സാറ് പറിക്കണ്ട, ഞാൻ പറിച്ചോളാം. ഞാൻ പറഞ്ഞു, സാരമില്ല, രണ്ടുപേരും കൂടെ പറിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ പണി തീർക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ കുപിതനായി ഒരൊറ്റ പോക്കങ്ങ് പോയി. എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഈ ആളിനെ തന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവനത് ഇഷ്ടപ്പെട്ടില്ല. ഞാനും കൂടെ ചേർന്ന് അവൻ ചെയ്യുന്ന പണി അവൻ്റെ കൂടെ നിന്ന് ഞാൻ കൂടെ ചെയ്താൽ പെട്ടെന്ന്, അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിയത് അവൻ ചെയ്യുന്ന പണി സാമട്ടിലാണെന്ന് അവനെ അറിയിക്കാനാണ് ഞാൻ കൂടെ നിന്ന് പണിയുന്നതാണ്. അങ്ങനെയാണ് താനും, ഇല്ലെന്ന് പറയാതിരിക്കാൻ പറഞ്ഞ കള്ളമാണ്. എന്നാൽ
കുറച്ചുകൂടെ മെച്ചമായിട്ടൊരു ജോലി ചെയ്യാം. കുറഞ്ഞ പക്ഷം ഞാൻ ചെയ്യുന്നത് പോലെയെങ്കിലും അവൻ ജോലി ചെയ്യണമല്ലോ. അത് നാക്കുകൊണ്ട് പറയുന്നതിന് പകരം നാക്കുകൊണ്ട് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നാലോ എന്ന് വിചാരിച്ചാണ് നിശബ്ദനായി ഒരു വാക്കുപോലും ഉരിയാടാതെ അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്ത് മാറി ഞാനും കൂടെ മുറ്റം വൃത്തിയാക്കാനുള്ള ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തെ കുപിതനാക്കി. ഇത് കേരളത്തിൽ മാത്രമേ ഇത് സംഭവിക്കൂ. ലോകത്തിൽ മറ്റൊരിടത്തും ഇത് സംഭവിക്കില്ല. ഇനി മറ്റൊരു കാര്യം, ഒരു സംഭവം. ഇവിടെ എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസ് വേണ്ടി ശകലം ടൈൽസ് ഇറക്കണം. അപ്പോൾ ഞാൻ ആ ടൈൽ ഓർഡർ ചെയ്തു. ഇവിടെ ഒരു ചെറിയ ഒരു സാധാരണ ട്രക്കിൻ്റെ 4/1 വലിപ്പമുള്ള ഒരു ട്രക്കിനകത്ത് ടൈൽ ഇവിടെ വന്നു. അത് ഞാനും ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന 2 പേരും കൂടെ ഇറക്കി ലാസ്റ്റ് ബോക്സ് 5 ടൈൽസ് മാത്രമുള്ള ലാസ്റ്റ് ബോക്സ് ഇറക്കാൻ നേരത്ത് ഇവിടെ എൻ്റെ കൂടെ പണി ചെയ്യുന്ന ആൾ പറഞ്ഞു, അയ്യോ തുടരുത്, അത് യൂണിയൻകാരുടെ അവകാശമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്തോ ഇത് അത് അവർ വന്ന് ഇറക്കിയിട്ട് അവർക്ക് നോക്കൂലി കൊടുക്കണം. ഞാൻ പറഞ്ഞു, ആ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഞാൻ പെറുക്കി മാറ്റി. അവർ തല്ലും കോലും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4 പേര് അവരുടെ വാഹനങ്ങളിൽ ഇങ്ങി വന്ന് എൻ്റെ മുമ്പിൽ കിടന്നങ്ങ് ചാടുകയാണ്. ചീത്ത വിളിക്കുന്നു, അലറുന്നു, അമറുന്നു, കടിക്കും, കൊല്ലും, തിന്നും. ഈ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ മുറ്റത്ത് തൃശ്ശൂർ പൂരമാണ്. അപ്പം ജീവന് പേടിയുണ്ടപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഇൻസ്പെക്ടറിനോട് പറയുന്നത്, സാറേ അത് തൊഴിലാളികളുടെ കാര്യമാണ്, അത് ഞങ്ങൾക്ക് ഇടപെടാൻ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. തന്നെയുമല്ല സാർ തൊഴിലാളികൾ പറയുന്ന പോലെ കേട്ടങ്ങ് നിന്നാൽ മതി, അല്ലെങ്കിൽ അവർ സാറിനെ നാറ്റിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സഹായം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഏതായാലും തീരുമാനിച്ചു, ജീവൻ പോയാലും അധർമ്മത്തിന് അടിയറ വെക്കുന്ന പരിപാടിയില്ല, ഞാൻ നോക്കുകൂലി കൊടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഏതാണ്ട് 45 മിനിറ്റ് എൻ്റെ മുമ്പിൽ ഈ തിരുവാതിര ചവിട്ട് നാടകം ഒക്കെ കളിച്ചിട്ട് അവർ പോയി. ഞാൻ പറഞ്ഞത്, ഇത് കേരളത്തിൻ്റെ സ്വഭാവമാണ്, ഇത് കേരളത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തനതായ സ്വഭാവമാണിത്. ഇനിയും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ, നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അധിപനായ നിക്കോദീമോസ് തിരുമേനിയോട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു കോളേജിൻ്റെ മലയാളം പ്രൊഫസറായ ഒരു കത്തനാർ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ നിങ്ങൾ കേട്ടില്ലേ? എടാ മോനെ നിക്കോദീമോസേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പുരോഹിതനാണ് അയാൾ, അധ്യാപകനാണ്, സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവെന്നൊക്കെ പറയുന്ന നിക്കോദീമോസിനോടാണ്. പക്ഷേ ഭാഷയിൽ തുളുമ്പി നിൽക്കുന്ന ആ അക്രമാസക്തി നിങ്ങൾ കാണുന്നില്ലേ? അതാണ് കേരളം, അത് തന്നെയാണ് കേരളം. പിന്നെ 80 വയസ്സ് 90 വയസ്സുള്ള അപ്പനും അമ്മയും തല്ലുന്നു, എടുത്തെറിയുന്നു. പിന്നെ ഏതക്രമമാണ് അത് ചെയ്യുന്നത്? മിടുക്കാണ്, ഒരു കൂസലും ആർക്കുമില്ല. കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു, അങ്ങനെ മറ്റും. വാസ്തവത്തിൽ പ്രബുദ്ധ കേരളത്തിൻ്റെ തനി സ്വഭാവം തിരിച്ചറിയാൻ നല്ലൊരു സംഭവം ഇവിടെ നടന്ന നരഹത്യയാണ്. അതിനെപ്പറ്റി എന്ത് നടപടിയെടുത്തുവെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ് കേരളം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ദയവായി ഞാൻ പറയുന്നത് പരിഗണിക്കണം. പോലീസിനെ വർദ്ധിപ്പിച്ചതുകൊണ്ടോ, അവർക്ക് കൂടുതൽ അധികാരം കൊടുത്തതുകൊണ്ടോ, അവരെ അഴിച്ചു വിട്ടതുകൊണ്ടോ, മാതാപിതാക്കന്മാരെ വരിവരിയാ നിർത്തി തല്ലിയതുകൊണ്ടോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകില്ല. ഈ അക്രമം എന്നുള്ളത്, വയലൻസ് എന്നുള്ളത് ദയവായി ഏവരും മനസ്സിലാക്കണം. ഈ വയലൻസ് എന്നുള്ളത്, അക്രമം എന്നുള്ളത് ഒരാത്മീയമായ രോഗമാണ്.
ഞാനത് പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിരിക്കാൻ സാധ്യതയുണ്ട്. ചിരിച്ചോ, കുഴപ്പമൊന്നുമില്ല. കരയുന്നതിനേക്കാൾ നല്ല ചിരിക്കുന്നതാണല്ലോ. ഇതൊരു ആത്മീയ രോഗമാണ്. ഇതിൻ്റെ പരിഹാരം ആത്മീയമായിരിക്കണം, അല്ലാതെ മറ്റ് യാതൊരു പരിഹാരവും ഇതിനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു സമൂഹത്തിൽ, ഒരു സംസ്കാരത്തിൽ അക്രമം എപ്പോഴാണ് വർദ്ധിക്കുന്നത്? മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ വിളക്കണയുമ്പോൾ മാത്രമേ അക്രമം ആരംഭിക്കുകയുള്ളൂ. ഞാൻ ആവർത്തിക്കുകയാണ്, മനുഷ്യത്വത്തിൻ്റെ വിളക്ക് കെട്ടുപോകുമ്പോൾ മാത്രമേ അക്രമത്തിൻ്റെ കണ്ണ് തുറക്കുകയുള്ളൂ. മനുഷ്യനായാൽ അവൻ അക്രമത്തിൽ കൂടെ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരം അന്വേഷിക്കുകയില്ല. മൃഗങ്ങൾ അവരുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അക്രമം കൊണ്ടാണ്, ബലപ്രയോഗം കൊണ്ടാണ്. എന്നാൽ മൃഗത്തിൻ്റെ ആ ഒരു തട്ടിൽ നിന്ന് വളർച്ച പ്രാപിച്ച, അതായത് മനുഷ്യത്വത്തിലേക്ക് വളർച്ച പ്രാപിക്കുമ്പോൾ മൃഗതുല്യനായ മനുഷ്യൻ ആ മൃഗീയമായ പ്രശ്നപരിഹാര മാർഗത്തെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലേക്ക് വളരുന്നു. ഇത് ടോൾസ്റ്റോയുടെ വാട്ട് ഐ ബിലീവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വാട്ട് ഐ ബിലീവ്. അതിനകത്ത് അദ്ദേഹം ഇത് ഏതാണ്ട് നന്നായി ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. ആത്മീയത എന്നാൽ മനുഷ്യൻ മൃഗീയമായ തട്ടത്തിൽ നിന്ന് ദൈവികമായ ഔന്നത്യമേറിയ തട്ടത്തിലേക്കുള്ള മനുഷ്യ സ്വഭാവത്തിൻ്റെ തന്നെ വളർച്ചയും രൂപാന്തരവുമാണ് എന്ന പ്രമേയമാണ് വാട്ട് ഐ ബിലീവ് എന്ന പുസ്തകത്തിൽ കൂടെ ടോൾസ്റ്റോയ് അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാം ഏവരും വായിക്കേണ്ട പുസ്തകം വളരെ ലളിതമാണ്. ടോൾസ്റ്റോയുടെ എഴുത്തുകൾ നിങ്ങൾക്കറിയാം, വളരെ ലളിതമാണ്. ആർക്കും ഒരു 10ാം സ്റ്റാൻഡേർഡ് പഠിച്ച ഒരു കുട്ടിക്ക് വായിക്കാവുന്നതാണ്. ഓൺ ലൈഫ് എന്നൊരു പുസ്തകമുണ്ട്. ഓൺ ലൈഫ്, ജീവിതത്തെ പറ്റി. അത് വാസ്തവത്തിൽ എല്ലാ വീടുകളിലും മാതാപിതാക്കന്മാർ കുട്ടികളോട് ചേർന്നിരുന്ന് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഓൺ ലൈഫ്. വായിച്ച് മനസ്സിലാക്കാൻ ആർക്കും ഒരു പ്രയാസവുമില്ല. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എന്നോട് സഹകരിക്കുന്ന ഏവരോടും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മറ്റൊന്നും വായിച്ചില്ലെങ്കിലും ഈ വളരെ ലളിതമായ പുസ്തകം ഓൺ ലൈഫ്, അത് നിങ്ങൾക്ക് ₹1 പോലും വില കൊടുക്കാതെ ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഈ മൃഗീയമായ തലത്തിൽ നിന്ന് ആത്മീയമായ തട്ടത്തിലേക്ക് വളരുവാൻ മനുഷ്യന് സാധ്യമാകുമ്പോഴൊക്കെ അവൻ തീർച്ചയായും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അക്രമം പ്രവർത്തിക്കുന്നതിലുള്ള അവൻ്റെ വിശ്വാസം. മാൻ discards his faith in the efficacy of the use of violence as he outgrows the animal stage and attains the human stature. എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ അക്രമം പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഇംഗിതം മറ്റുള്ളവർ മേൽ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് ആരാണ് വിശ്വസിക്കുന്നത്, നിർബന്ധം പിടിക്കുന്നത്? അല്പം പോലും വളർച്ചയില്ലാത്തവനാണ്. വിൽ ഡ്യൂറൻറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ദ സ്റ്റോറി ഓഫ് ദി അസെൻറ്റ് ഓഫ് മാൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, 6 വോള്യൂംസ്. ആദ്യത്തെ വോള്യൂം അവർ ഈസ്റ്റേൺ ഹെറിറ്റേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഈസ്റ്റേൺ ഹെറിറ്റേജ്. അതിൽ അദ്ദേഹം പറയുന്നത് പ്രാകൃത മനുഷ്യൻ സാംസ്കാരിക മനുഷ്യനായി പരിണമിക്കുമ്പോൾ when the barbarian becomes a civilized human being, അല്ലെങ്കിൽ ആ ഒരു പ്രാകൃത അവസ്ഥയിൽ നിന്ന് സാംസ്കാരിക അവസ്ഥയിലേക്ക് മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ
ഫ്രം ദി ബാർബേറിയൻ സ്റ്റേറ്റ് ടു ദി സിവിലൈസ്ഡ് സ്റ്റേറ്റ്. മനുഷ്യന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 4 പരിണാമങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതിലൊന്നാണ് ബലപ്രയോഗത്തിൽ നിന്നുള്ള വിശ്വാസം മാറ്റി നിയമപ്രക്രിയയിൽ വിശ്വാസം സ്ഥാപിക്കുന്നു. ഹ്യൂമൻ ബീയിങ്സ് മൂവ് ഫ്രം ദെയർ ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ വയലൻസ് ടു റിലയൻസ് ഓൺ ലിറ്റിഗേഷൻ, ഓൺ പ്രോസസ് ഓഫ് ലോ. അപ്പോൾ വിൽഡുറനോട് ചോദിച്ചാൽ പറയും, മനുഷ്യൻ എന്തുകൊണ്ട് അക്രമം അല്ലെങ്കിൽ ബലപ്രയോഗത്തിൽ വിശ്വസിക്കുന്നു? അവൻ വളർച്ച പ്രാപിക്കാത്തതുകൊണ്ട്, മനുഷ്യനായി അവൻ വളരാത്തതുകൊണ്ട്. അതിനോട് ഞാൻ യോജിക്കുകയാണ്. എന്നാൽ എന്താണ് മനുഷ്യൻ്റെ വളർച്ചയെന്ന് വിൽ ഡ്യൂറൻ്റ് വാസ്തവത്തിൽ വേണ്ടതുപോലെ പറയുന്നില്ല. അദ്ദേഹം പല ആശയങ്ങൾ പറയുന്നുണ്ട്. വിൽ ഡ്യൂറൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ വളരെ നല്ലതാണ്, വളരെ അറിവ് പ്രദാനം ചെയ്യുന്നതാണ്. ഹി ഹാഡ് എ ട്രൂലി എൻസൈക്ലോപീഡിക് മൈൻഡ് ആൻഡ് വാസ്റ്റ് എറുഡീഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വായിക്കാൻ നല്ലതാണ്. എന്നാൽ ഞാൻ പറയുന്നത് ധിക്കാരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിൽ ഡ്യൂറൻ്റ് പറഞ്ഞതിന് അല്പം മുൻപോട്ട് കടന്ന് എനിക്കൊരു കാര്യം പറയാം. അങ്ങനെ അല്പം മുൻപോട്ട് കിടക്കാനായിട്ടുള്ള എൻ്റെ ആത്മധൈര്യം എന്നിൽ അധിഷ്ഠിതമല്ല, യേശുവിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യം വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞാൽ വിൽ ഡ്യൂറൻ്റിന് മുമ്പ് ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ യേശുവിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് വിൽ ഡ്യൂറൻ്റിൻ്റെ മുമ്പിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അതിന് ക്ഷമാപണവും ഞാൻ നടത്താൻ പോകുന്നില്ല. യേശു എന്താണ് പറഞ്ഞത്? ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഇന്നത്തെ അനുഭവം കൂടെ പറയുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ അത് വ്യക്തമാകും. ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് നിങ്ങളോട് പറഞ്ഞു. ബൈ ദ വേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോയത് പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, ദയവായി എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. കാരണം ലോകത്തിൽ, ഞാൻ വസിക്കുന്ന ലോകത്തിൽ പ്രയാസവും രോഗവും ദുഃഖവും മരണവും പ്രതിസന്ധിയും എല്ലാം ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. എൻ്റെ രോഗവും എൻ്റെ പ്രതിസന്ധിയും ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയുടെ രോഗവും പ്രതിസന്ധിയും പോലെ തന്നെയാണ്. ലോകത്തിൽ എല്ലാവർക്കും ദീനവും ദുഃഖവും വരാമെങ്കിൽ എനിക്കും വരാം. അത് സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നിടത്തോളം കാലം ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ആ വിഷയം പറഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള വിഷയം കൈവിട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഐ സർജറി ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധമായ ഇൻവെസ്റ്റിഗേഷൻസ്, അതിൽ ഒരു ഭാഗം ഒരു മുറിയിൽ. അപ്പം ഈ ടെസ്റ്റ് നടത്തേണ്ടത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയും ഞാനും മാത്രം ആ മുറിയിൽ. അപ്പോൾ അവൾ ആ പ്രക്രിയ ECG നോക്കണം, ബ്ലഡ് എടുക്കണം, അങ്ങനെ പല കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എൻ്റെ അടുത്ത് നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ പെൺകുട്ടി, അവൾ എനിക്ക് അപരിചിതയാണ്. ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? അവൾ ഇന്ന് വീട്ടിൽ നിന്നിറങ്ങി ജോലി സ്ഥലത്തേക്ക് വന്നപ്പോൾ അവൾ ഏത് മാനസിക അവസ്ഥയിലാണ് വന്നത്? കുടുംബത്തിൽ അവളുടെ സ്ഥാനം എന്താണ്? വ്യക്തിപരമായ അവളുടെ അവസ്ഥ എന്താണ്? അവൾ വഹിക്കുന്ന ഭാരം എന്താണ്? അവൾ വെച്ച് ആലോചിക്കുന്ന സ്വപ്നങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ അവളുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ? തികച്ചും അപരിചിതയായ ഒരു സ്ത്രീ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് യേശു അവളെ കണ്ടുമുട്ടുന്നു. ഒരൊറ്റ നോട്ടത്തിൽ അവളുടെ അവസ്ഥയുടെ അന്തിമമായ പരമമായ സത്യം മനസ്സിലാക്കാൻ യേശുവിനെങ്ങനെ കഴിഞ്ഞു? എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ വളരെ ശ്രമിച്ചു. അപ്പോൾ ഞാനൊരു വലിയ മതിലിൽ തട്ടി എൻ്റെ
ആത്മാവ് തടഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ അല്പം പോലും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ്? യേശുവിന് അത് സാധിക്കുന്നു, എനിക്കെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇന്നുവരെയും പരിശീലിപ്പിക്കപ്പെട്ടത് എൻ്റെ കാര്യം മാത്രം നോക്കണം. മിടുക്കനാണ്, ഞാൻ പഠിക്കാനൊക്കെ മിടുക്കനാണെന്നൊക്കെ പലരും പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ എല്ലാവരുടെയും മുമ്പിൽ കയറണം, നീ ലോകം ജയിക്കണം, ഇന്നത് നേടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പരിലാളനവും പരിശീലനവും പ്രോത്സാഹനവുമെല്ലാം നാം നമ്മുടെ ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിന് വേണ്ടി മാത്രം സഹായിക്കുന്നതാണ്. പിന്നെ മതത്തിൽ കയറിയപ്പോൾ മതം എനിക്ക് വേണ്ടിയാണ്, ദൈവം എനിക്ക് വേണ്ടി മാത്രമാണ്, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദയവായി ലോകത്തെ മുഴുവനും കരുതുകയും സ്വന്തം മനസ്സിൽ വെച്ച് താലോലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ മാത്രമേ എനിക്കറിയാവൂ. ആ ഒരു ദൈവത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ഈ മനുഷ്യൻ്റെ അല്പത്തരത്തിൻ്റെ കുഴലൂത്ത് കേൾക്കുമ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു ദൈവത്തെ എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് സ്വീകാര്യവുമല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് മതപരമായി എനിക്ക് ലഭിച്ച ഈ പരിശീലനത്തിൽ സംഭവിച്ചതെന്താണ്? ഞാൻ കൂടുതൽ 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 എന്നിലേക്ക് ഒതുങ്ങി. അതുകൊണ്ടെന്ത് സംഭവിച്ചു? മറ്റൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ അവസ്ഥയിലും അനുഭവത്തിലും ആവശ്യത്തിലും അതിൻ്റെ സത്യസന്ധതയിൽ തിരിച്ചറിയുവാനുള്ള എൻ്റെ കണ്ണടഞ്ഞുപോയി. ഇതിൽ എൻ്റെ ബൗദ്ധികമായ വളർച്ചയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരും തോറും ഞാൻ കുറുകിപ്പോയി. കൂടുതൽ ആത്മീയനായപ്പോൾ, ആത്മീയനെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിൽ അത് ആത്മീയതയല്ല, കൂടുതൽ ആത്മീയനായപ്പോൾ ഞാൻ അതിനേക്കാൾ കൂടുതൽ ചുരുങ്ങിപ്പോയി. ക്രിസ്ത്യാനിയായപ്പോൾ അതിലും കൂടുതൽ ചുരുങ്ങിപ്പോയി. അപ്പോൾ ഒരു സഹജീവിയെ ആത്മാവിലും അർത്ഥത്തിലും തിരിച്ചറിയുവാനുള്ള കഴിവ് എനിക്ക് അല്പം പോലും വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ അവിടെ പൈസ അടച്ചത് ചില സേവനം ലഭിക്കാനാണ്. ആ സേവനം എനിക്ക് നൽകാനായി ആശുപത്രി നിയോഗിച്ച 2 കൈകൾ എന്ന പോലെ പ്രവർത്തിക്കുന്ന ഈ ഒരു പെൺകുട്ടി ഒരു ഉപകരണം മാത്രമാണ്. ഒരു പെൺകുട്ടി ഒരു ഉപകരണം മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അപകടം നിങ്ങൾ തിരിച്ചറിയണം. ഉപകരണത്തെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അവിടെ ധാർമ്മികത ആവശ്യമില്ല. മനുഷ്യൻ്റെ അസാൻമാർഗികമായ താല്പര്യങ്ങളും ചിന്തകളും പ്രവർത്തനത്തിൻ്റെ ഉറവിടം ഇവിടെയാണ്. എവിടെയെല്ലാം മനുഷ്യൻ സഹജീവിയെ ഉപകരണമായി കരുതുന്നുവോ അവിടെയെല്ലാം അനാശാസ്യതയും അക്രമവും അനീതിയും ഉണ്ടായിരിക്കും. എപ്പോഴാണ് ഒരു സഹജീവിയെ നാം ഉപകരണമായി കാണുന്നത്? നമ്മുടെ വളരെ സങ്കുചിതമായ ഉണങ്ങി വരണ്ട ഈ വ്യക്തിത്വം നമ്മുടെ തൊലിക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നിനെപ്പറ്റിയും കരുതലില്ലാത്ത സ്വാർത്ഥതയുടെ കരിങ്കല്ല് പോലായി തീർന്ന ഒരു അവസ്ഥ. എല്ലാം എനിക്ക് ഉപയോഗപ്പെടണമെന്നും എനിക്ക് മറ്റാരെപ്പറ്റി ചിന്തിക്കുവാനോ കരുതുവാനോ താല്പര്യമില്ല എന്നുള്ള ഈ എന്നാണ് പറയുന്നത്, the mindset of exploitative violence. അതിന് മലയാളം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നില്ല. ഏതായാലും പോട്ടെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ അതാണ് ഇതിൻ്റെ വിത്ത്
എന്നാണ് ഇന്നെനിക്ക് വ്യക്തമായി ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാനൊരു ആശുപത്രിയിൽ എൻ്റെ ലാബിൽ ചില ടെസ്റ്റുകൾക്ക് വിധേയമാകാൻ വിധിക്കപ്പെട്ടത് കൊണ്ടാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ചാനൽ കാണുന്നത്. ഈ യാഥാർത്ഥ്യം, ഇതിന് മുമ്പോട്ട് അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ കുറച്ചുകൂടെ അടുക്കി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി ഒരു ചാനൽ ശ്രമിക്കുന്നു. അവിടെ വിദഗ്ധന്മാരായിരുന്ന ആളുകൾ സംസാരിക്കുന്നു, അവിടെ വൈദഗ്ധ്യം വിളമ്പുന്നു. എനിക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയാനുള്ളത്, ലോകത്തിൽ അക്രമരഹിതമായ ഒരു ജീവിതശൈലി ഉണ്ടാകണമെങ്കിൽ, ലോകത്തിൽ സമാധാനം കേന്ദ്രീകരിച്ച് ഒരു സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ തത്വം മാത്രം മതി. 2 വേണ്ട, 3 വേണ്ട, ഒരൊറ്റ തത്വം മതി. എന്താണ്? യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതി, ഒറ്റ പ്രസ്താവന മതി. എന്താണ്? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അറിയുന്നത് എന്താണ്? വിലയറിയുക, നിന്നെപ്പോലെ തന്നെ വില. അക്രമം, ഇനി അക്രമത്തിൻ്റെ ആധികാരിക സ്വഭാവം എന്താണെന്ന് ഞാൻ പറയട്ടെ. അക്രമത്തിൻ്റെ ലക്ഷ്യവും പ്രവർത്തന രീതിയും എൻ്റെ അക്രമത്തിന് ആര് ഇരയാകണമെന്ന് ഞാൻ കരുതുന്നുവോ താല്പര്യപ്പെടുന്നുവോ ആ വ്യക്തിയുടെ വില കഴിയുന്നത്രയും ഇടിച്ചു കളയുക എന്നതാണ് അക്രമം. Violence has only one aim: to destroy the worth of the object of hate. ഇപ്പം നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ശത്രു അയൽക്കാരനാണ്, ഏറ്റവും അടുത്ത അയൽക്കാരൻ ശത്രുവാണ്. അതാണ് നാം സ്നേഹിക്കുന്ന ആളുകളെക്കാൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളാണ്. സ്നേഹിതനെ നാം സ്നേഹിക്കുന്നു, പക്ഷേ ശത്രു ഒരു പുഴുവെന്ന പോലെ നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരൻ നമ്മുടെ ശത്രുവാണ്. ആ അയൽക്കാരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അവന് നമ്മെപ്പോലെ മനുഷ്യരാണെന്നും അവൻ്റെ ഉള്ളിലും ചില വെളിച്ചവും ചില നന്മകളും ചില സാധ്യതകളുമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ഞാൻ അപമാനിക്കപ്പെടുവാൻ താല്പര്യപ്പെടാത്തതുപോലെ അവനും അപമാനിക്കപ്പെടുവാൻ അർഹനല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ മനുഷ്യ അന്തസ്സ് മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ഞാൻ ദാഹിക്കുന്നത് പോലെ അവനും അഭിമാനവും ആഭിജാത്യവും ഉണ്ടെന്നും അത് മാനിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന തിരിച്ചറിയാനുള്ള പക്വത എനിക്കുണ്ടായാൽ, അങ്ങനെ ആ പക്വത സമൂഹത്തിലുള്ള ആളുകൾ ഒന്ന് പങ്കിട്ടാൽ അവിടെ എങ്ങനെയാണ് അക്രമം നടക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം അറിയാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിൽ നിലനിൽക്കുന്ന സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാ ഉപാധികളും യേശുക്രിസ്തു നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ വിശ്വസിക്കുവാനോ അത് പ്രയോജനത്തിൽ കൊണ്ടുവരുവാനോ അതനുസരിച്ച് ജീവിതത്തെയും സംസ്കാരത്തെയും ക്രമീകരിക്കുവാനോ ശ്രദ്ധിക്കുന്ന വിശ്വാസികളില്ല എന്നതാണ് ഈ ലോകത്തിൻ്റെ ശാപം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുകയും ഇവിടെ സാത്താന്യ മനോഭാവവും സാത്താന്യ തന്ത്രങ്ങളുടെ നഗ്നതാണ്ഡവും മാത്രം കാണാനിടയാകുമ്പോൾ എവിടെയോ കാര്യമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനികളെങ്കിലും തിരിച്ചറിയണമെന്നതാണ് എൻ്റെ ഒരു വലിയ സ്വപ്നം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന പ്രത്യാശയിലാണ് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ യേശുവിൻ്റെ ആദർശങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ, സമകാലീന പ്രസക്തമായ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. ദയവായി അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ ഗൗരവത്തിൽ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ, ഈ ദൗത്യത്തിൽ പങ്കെടുക്കുകയും ഇതിൽ കൂടെ നാം പ്രാപിക്കുന്ന ആശയങ്ങൾ കഴിയുന്നത്ര ആളുകളുമായി പങ്കിടുകയും അതുകൊണ്ട് യേശുവിൻ്റെ വെളിച്ചം ഈ സമൂഹത്തിലാകമാനം പടരുകയും ചെയ്യുവാൻ നാം കാംക്ഷിക്കണം. അതുകൊണ്ട് ആരെയെങ്കിലും ക്രിസ്ത്യാനികളാക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരുത്തൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ആരായാലും യേശുവിലേക്ക് തിരിഞ്ഞാൽ, ആ വെളിച്ചം ഉൾക്കൊള്ളുവാനിടയായാൽ അവന് അവൾക്ക് അതുല്യമായ അനുഗ്രഹമുണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പക്വത, ആത്മീയമായ പക്വത പ്രാപിപ്പാൻ ക്രിസ്ത്യാനിക്ക് കഴിയണം. അതില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല. അവൻ മതഭ്രാന്തനാകാം, അവൻ സ്വന്തം സഭയോടുള്ള എരിവ് കൊണ്ട് ഭ്രാന്ത് പിടിച്ച് പമ്പരം പോലെ കറങ്ങുന്നവനാകാം. പക്ഷെ അവൻ ഒരിക്കലും യഥാർത്ഥത്തിൽ
യേശുവിനെ അറിയുന്നവനാകുകയില്ല. അതുകൊണ്ട് കേരളം ഇന്ന് രോഗാതുരമായി ഏതാണ്ട് മരണശൈലിയിൽ കിടക്കുന്നത് പോലെയാണ്. ആ ഒരു അർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധേയമാണ്. പക്ഷേ അവയൊന്നും ഈ പ്രതിഭാസത്തിൻ്റെ, ഈ മഹാരോഗത്തിൻ്റെ കാതലായ അംശത്തെ സ്പർശിക്കുന്നില്ല. അവയെപ്പറ്റി പരാമർശിക്കുകയും അത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക നമ്മുടെ കടമയാണ്. മനുഷ്യത്വത്തിൻ്റെ ചുരുക്കം അത് ശോഷിച്ച് ദ്രവിച്ച് മനുഷ്യത്വം മരണശയ്യയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് എന്ന് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ, അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയോട് യേശുവിൻ്റെ ആത്മീയ വെളിച്ചത്തിൽ നമുക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ വീര്യത്തോടുകൂടെ പ്രതികരിക്കുവാനും ഒരു വലിയ രോഗശാന്തി കേരളത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടപെടട്ടെ എന്ന് പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനും നമുക്കിടയാകട്ടെ എന്ന എൻ്റെ അദമ്യമായ ആഗ്രഹം നിങ്ങളെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.